സ്കെയിലിംഗ് ചെയ്താൽ പല്ലുകൾ ലൂസാകുമെന്ന് നിങ്ങളും വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ക്ലിനിക്കിൽ ഞാൻ ഏറ്റവും കൂടുതലായി കേൾക്കുന്ന ഒരു ഡൗട്ടാണ്, ഡോക്ടറെ സ്കെയിലിംഗ് ചെയ്താൽ പല്ലുകൾ ഇളകുമോ എന്നത്. ഒറ്റ വാക്കിൽ ഉത്തരം പറയാം, നോ. പല്ലുകൾക്ക് ഇളക്കം വരുന്നത് ആക്ച്വലി ഗംസിൽ അടിഞ്ഞിരിക്കുന്ന കാൽക്കുലസ് കാരണമാണ്. എന്നാൽ ഇവിടുത്തെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, കാൽക്കുലസ് കാരണം ഉണ്ടാകുന്ന പല്ലുകളുടെ ഇളക്കം ഈ കാൽക്കുലസ് ഉള്ള സമയത്ത് നമുക്ക് ഫീൽ ചെയ്യില്ല. സ്കെയിലിംഗ് കഴിഞ്ഞ് കാൽക്കുലസ് ഒക്കെ പോയി കഴിയുമ്പോഴായിരിക്കും ഫീൽ ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് ചില ആളുകൾ സ്കെയിലിംഗ് കഴിഞ്ഞപ്പോൾ പല്ലിന് ചെറിയ ഇളക്കം വന്നെന്നൊക്കെ പറയുന്നത്. റെഗുലർ ആയിട്ട് സ്കെയിൽ ചെയ്യുന്ന ആളുകളുടെ മോണയും പല്ലുമെല്ലാം നല്ല ഹെൽത്തി ആൻഡ് സ്ട്രോങ് ആയിരിക്കും. അല്ലാത്തവർക്ക് മോണരോഗവും പല്ലുവേദനയും ബോൺ ലോസും അതിനെ തുടർന്ന് പല്ലിന് ഇളക്കവും ടൂത്ത് ലോസും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇനി മടിക്കാതെ റെഗുലറായി സ്കെയിലിംഗ് ഒക്കെ ചെയ്ത് നിങ്ങളുടെ മോണയും പല്ലുമെല്ലാം ഹെൽത്തി ആൻഡ് സ്ട്രോങ് ആയി മെയിൻറ്റെയിൻ ചെയ്യൂ. നിങ്ങൾ റെഗുലറായിട്ട് സ്കെയിലിംഗ് ചെയ്യുന്ന ആളാണോ? എങ്കിൽ സ്കെയിലിംഗ് എന്ന് കമൻറ്റ് ചെയ്ത് സ്കെയിലിംഗ് ചെയ്യാൻ പേടിയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യൂ.